ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഓണം സദ്യ സ്പെഷ്യലായിട്ടുള്ള ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അധികം സമയമൊന്നും ഇതിന് ആവശ്യമില്ല. ബീട്രൂട്ടിൻ്റെ ഈ നല്ലൊരു കളർ കൊണ്ടും സദ്യ വിഭവങ്ങളിൽ ഒരു പ്രധാന സ്ഥാനം തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമുക്കിതങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം. 2 മീഡിയം സൈസിലുള്ള ബീട്രൂട്ടാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തു. അതിനുശേഷം നന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ബീട്രൂട്ട് ഞാനിപ്പോൾ മൺചട്ടിയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് യുടെ ചെറിയ ജാറിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തു. പച്ചമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. പേസ്റ്റ് രൂപത്തിലായിട്ട് അരച്ചെടുത്തു. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന ബീട്രൂട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നമുക്കിതിൻ്റെ അടപ്പ് ഒന്ന് തുറന്ന് നോക്കിയതിന് ശേഷം ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അറിയാം ഇതിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് വറ്റി കിട്ടാനുണ്ട്. അതിനുവേണ്ടി ഒന്നുകൂടെ നമുക്ക് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ബീട്രൂട്ടിൽ നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം നന്നായിട്ട് തന്നെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മളിതിൽ ചേർത്ത തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് വേവണം. അതിന് വേണ്ടിയിട്ടാണ് അടച്ച് വെച്ച് വേവിക്കുന്നത്. നമ്മൾ തേങ്ങ അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ച് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും. നമുക്ക് ഇനി തൈരൊന്ന് ഉടച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 3/4 കപ്പ് അളവിൽ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് വേവിക്കാൻ വെച്ചിരുന്ന ബീട്രൂട്ടിൻ്റെ അടപ്പ് തുറന്നതിന് ശേഷം തൈര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. തൈര് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് വെക്കാം. ഇനി തീ കത്തിക്കേണ്ട ആവശ്യമില്ല. ഈ മൺചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഇതിൻ്റെ വേവ് റെഡിയായിട്ട് കിട്ടും. അതിനു മുമ്പ് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കടുക് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ചതച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മളിതിൽ ഒഴിച്ചിരുന്ന തൈരിൻ്റെ പുളി നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അധികം പുളിയുള്ള തൈരാണ് ഒഴിച്ചതെങ്കിൽ അധികമായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചിടണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 3/4 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. ഒരു 3 വറ്റൽമുളക് ചെറുതായി മുറിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കടുക് താളിച്ചത് ബീട്രൂട്ട് പച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കടുക് താളിച്ചത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നിരത്തി വെക്കാം. അതിനുശേഷം നമുക്കിത് പെട്ടെന്ന് തന്നെ അടച്ച് വെക്കാം. ഇതിൻ്റെ രുചിയൊന്നും മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടച്ച് വെക്കുന്നത്. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓണം സദ്യ സ്പെഷ്യലായിട്ടുള്ള ബീട്രൂട്ട് പച്ചടി തയ്യാറായി കഴിഞ്ഞു.
അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പി വരുന്നത് വരെ ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.